ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. ആക്ച്വലി ഇതൊരു കുഞ്ഞൊരു ഈദ് വ്ളോഗാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഈദിൻ്റെ മാൻഡേറ്ററി ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഒപ്പം ഉള്ളത് അളിയന്, വൈഫിൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്, പിന്നെ അവൻ്റെ വൈഫാണ് നമുക്ക് ഫോട്ടോസ് എടുത്ത് തരുന്നത്. പിന്നെ വൈഫിൻ്റെ ഉപ്പയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ബുർജ് ഖലീഫ ആ ഭാഗത്തേക്കാണ്, ഡൗൺ ടൗൺ ഏരിയയിലേക്ക്. അവിടെ കാര്യമായ സ്പോട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണേ. ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡ് എത്തി. നമ്മുടെ ആസിഫ് അലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല, ഷെയ്ഖ് സായിദ് റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ഫീലാണ്. ആ ഫീൽ അനുഭവിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താല്ലേ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ മാൻഡേറ്ററി ആണ്, എല്ലാവരും എടുക്കും. ഫൈനലി നമ്മൾ ബുർജ് ഖലീഫ അവിടെ എത്തി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിൽ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല, കാര്യമായ ക്രൗഡായിരുന്നു. നമ്മൾ ഇവിടെ ഈ കാണുന്ന ഏരിയയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. ഇത് ആക്ച്വലി രണ്ടാം പെരുന്നാളിനെടുത്തൊരു വീഡിയോ ആണ്. ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, അതും നമ്മുടെ ഡൗൺ ടൗണിൽ തന്നെ ആയിരുന്നു. ഒരു കഫേയുടെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു പ്രൊമോഷൻ്റെ. സോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യൂ നോക്കിയാൽ എന്ത് ഭംഗിയാലേ കാണാൻ, മാഷാ അല്ലാഹ്. എത്ര കണ്ടതിനാലും മതി വരില്ല. ഫൈനലി നമ്മൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മളടുത്തൊരു 5:36 ഒക്കെ ആകുമ്പോൾ എത്താൻ പറഞ്ഞത്. നമ്മൾ അതിനേക്കാൾ ഒരു 15 മിനിറ്റ്സ് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയാണെങ്കിലും ഒരു 15 മിനിറ്റ് മുന്നേ എത്തും. അത് അങ്ങനെ ശീലിച്ചു പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുസിംബുറാക്കിലേക്കാണെന്ന്. പക്ഷെ അല്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു കഫേ ഉണ്ട്, ഹാംസ്റ്റൺ കഫേ. ഇത് ആക്ച്വലി ഒരു ലണ്ടൻ ബേസ് കഫേയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ബേക്കറി ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യമായ ഡിസേർട്ട് ഉണ്ട്, ഒരു തിരാമിസുൻ്റെ ഒരു ഡിസേർട്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണ്ടേ. അത് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് ആണ് അവരത്. സോ ഫൈനലി ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ എൻ്റെ വൈഫ് അവിടെ നിന്ന് അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞൊരു 360 ഡിഗ്രി ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്, എന്താ വെച്ചാൽ കാണിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ അഭിനയിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഹാംസ്റ്റൺ ബേക്കറി ആൻഡ് കഫേ. ഇതിൻ്റെ കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ കാണാം. സോ ഇതാണ് അവരെ ഇൻറ്റീരിയർ. കാര്യമായ ആംബിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഇരുന്നത് പുറത്തായിരുന്നു, കറക്റ്റ് ബുർജ് ഖലീഫ വ്യൂവിൽ. അപ്പോൾ നമ്മളെ ഫാമിലി ഉണ്ട്, ഉപ്പുണ്ട്, ഉമ്മ ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. സോ ഇതാണ് നമ്മളിരിക്കുന്ന സ്പോട്ട്. ഇവിടുന്ന് കാര്യമായൊരു അടിപൊളി വ്യൂ ആണ് ബുർജ് ഖലീഫയിലേക്ക്. ഞാൻ കാര്യമായ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ, അത് ശീലിച്ചത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇരുന്ന സ്ഥലം. ഇനിയിപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ട. എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ല? കമൻറ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഈ ഔട്ട്ഫിറ്റിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാം. സോ ഡു ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. പിന്നെ ഞാൻ റമളാനായിട്ട് വീഡിയോസ് ഇടാത്തത് എന്താണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. ആക്ച്വലി ഓഫീസൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞാൽ ടയേർഡായിരിക്കും. ഞാൻ വിചാരിക്കലുണ്ട് വീഡിയോസ് എടുക്കണം ചെയ്യണം എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റമളാന് ചെയ്യാൻ മതി. ഇതാണ് കേട്ടോ പുറത്തുള്ള വ്യൂ, അടിപൊളിയല്ല? സെറ്റാണ്, ഫുൾ ആംബിയൻസും അടിപൊളി. അപ്പോൾ നമ്മുടെ സൂസൻ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവരെ ഫുഡ്. അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബർഗർ, പിസ്സ, സ്പഗറ്റി, പാസ്ത ഇതൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല ഫുഡായിരുന്നു. ഇത് ആക്ച്വലി നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരു ഇൻട്രോ വീഡിയോ എടുത്തതാണ്. പക്ഷെ അത് നമ്മുടെ മൈക്കൊന്നും ഇല്ലാത്തത് കാരണം വലിയൊരു ക്വാളിറ്റി വന്നില്ല.
പിന്നെ നമുക്ക് മൈക്കൊക്കെ സെറ്റാക്കിയിട്ട് അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഈദ് വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.